ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളും ഇവിടുത്തെ വലതുപക്ഷ പാർട്ടിയുടെ വളർച്ചയും ആശങ്ക ഉയർത്തുന്നതാണ്. യൂറോപ്പ് മൊത്തം നോക്കുമ്പോൾ വലതുപക്ഷ പാർട്ടികളുടെ ഈ സ്വാധീനം വ്യക്തമായി കാണാൻ കഴിയും. കുടിയേറ്റക്കാർക്കെതിരെ ജനം തിരിയുന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ആണ് ജനങ്ങളെ കൂടുതൽ അലട്ടുന്നത്. ജനങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ പേരിൽ കൈകോർത്ത് പിടിച്ച് ശക്തരായി നിൽക്കുന്നത് സ്വാഭാവികമായും വലതുപക്ഷത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും ഇഷ്ടമല്ല. അവർ ഇവിടെ വെറുക്കാനായി ഒരപരനെ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ദി അതർ എന്ന അപരനാണ് കുടിയേറ്റക്കാരൻ. അപരനെ സൃഷ്ടിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്ന പരിപാടി പലയിടങ്ങളിലും നടക്കുന്നത് നമ്മൾ കാണുന്നു. 29 ജൂലൈ 2024 ബ്രിട്ടനിലെ മെർസിസൈഡ് സൗത്ത് പോർട്ടിൽ നടന്നത് ഇങ്ങനെ ഒരു അപരൻ്റെ കഥ കൂടിയാണ്. ആ ദിവസം 3 ചെറിയ കുട്ടികളെ ദാരുണമായി ഒരാൾ കൊല ചെയ്തു. ഈ കൊലയാളി ഇവിടെ ജനിച്ചു വളർന്ന റൂദ കബൂന എന്ന 17 വയസ്സുകാരനായ ഒരാളായിരുന്നു. മണിക്കൂറുകൾക്കകം ഇയാൾ മുസ്ലിമാണെന്നും ബോട്ടിൽ വന്ന അഭയാർത്ഥിയാണെന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. പക്ഷേ അതെല്ലാം അസത്യമായിരുന്നു. വെറുക്കേണ്ട ഒരപരനെ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് നടന്നതാണിത്. അന്ന് കുറച്ചുപേരെ തെരുവിലിറക്കാൻ വെറുപ്പ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നവർക്ക് കഴിഞ്ഞു. 27 പട്ടണങ്ങളിലേക്ക് ഈ കലാപം പടർന്നു. പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുത്തതോടെ അന്നത്തെ കലാപങ്ങൾ കെട്ടടങ്ങി. തീവ്ര വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ റാലി ബ്രിട്ടനിൽ നടന്നത് 13 സെപ്റ്റംബർ 2025 ഇതിന് തൊട്ടു മുൻപും പിൻപുമായി 2 സിഖുകാരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒരു മുസ്ലിം പള്ളി ആക്രമിക്കുകയും ചെയ്തു. 1 വയസ്സായ കുട്ടിയുടെ മുഖത്ത് എന്തോ വസ്തു കൊണ്ട് സ്പ്രേ ചെയ്തതും അവൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയതും ഇതേ കാലയളവിലാണ്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് യൂറോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് പോയാലും പടിഞ്ഞാറ് നിന്ന് വടക്ക് പോയാലും വലതുപക്ഷത്തിൻ്റെ സ്വാധീനം കൂടി വരുന്നത് നമ്മൾ കാണുന്നു. ഇതിൽ ഏറ്റവും അപകടകാരികളാണ് ജർമ്മനിയിലെ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി AFD എന്ന പാർട്ടി. ഇതിപ്പോൾ അവിടെ 2ാം സ്ഥാനത്താണ്. മറ്റ് രാജ്യങ്ങളിലെ വലതുപക്ഷ പാർട്ടികൾ സഹകരിക്കാൻ അറയ്ക്കുന്ന അത്രയും തീവ്രമായ ഫാസിസം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് ജർമ്മനിയിലെ AFD. 2ാം ലോക മഹായുദ്ധത്തിൽ 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ജർമ്മനി ആ ചരിത്രമൊക്കെ മറക്കണമെന്നും അതിൽ കുറ്റബോധം കൊണ്ട് നടക്കുന്നവർ ആകേണ്ട ഒരു കാര്യവും ഇല്ല എന്നും പറയുകയാണ് AFD. ആ മനുഷ്യക്കുരുതിക്കുള്ള ഹോളോകോസ്റ്റ് സ്മാരകങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് തീവ്ര വലതുപക്ഷ AFD പാർട്ടി പറയുന്നത്. മാനസിക ശാരീരിക പരിമിതികളുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാൻ അനുവദിക്കരുതെന്നും AFD പോളിസി പറയുന്നു. ജർമ്മനിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പല നടപടികളും സാധാരണക്കാരെ സാരമായി ബാധിക്കുന്നതായിരുന്നു. വീടിനകത്ത് ഹീറ്റ് പമ്പ് എന്ന പരിപാടി കൊണ്ടുവന്നതിലൂടെ സാധാരണക്കാർ $30,000 വരെ ചെലവാക്കേണ്ട അവസ്ഥ വന്നു. ഇത് താങ്ങാനാവാത്ത ആളുകൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നതും AFD പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇവിടെ ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മുഖ്യധാരയിലുള്ള മറ്റ് പ്രധാന പാർട്ടികൾ ഈ വലതുപക്ഷ ആശയം കടമെടുക്കുന്നു എന്നത് നമ്മൾ കാണുകയാണ്. അതിനാൽ അവർ സ്വാധീനിക്കപ്പെടുന്നു. അങ്ങനെ വലതുപക്ഷം വലുതാകുന്നു എന്ന അപകടവും കൂടി നടക്കുകയാണ്. You are watching Planet Search with MS.
പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബ്രിട്ടനിലെ വർദ്ധിച്ചു വരുന്ന വലതുപക്ഷ പാർട്ടിയുടെ സ്വാധീനത്തെയും അവർ ഇവിടുത്തെ ഇമിഗ്രൻസ്, ഈ കുടിയേറ്റക്കാർക്കെതിരെ നടത്തുന്ന പ്രചാരണങ്ങളെയും വിലയിരുത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ പങ്കെടുക്കുന്നത് രണ്ട് വ്യക്തികൾ കൂടി, എന്നെ കൂടാതെ രണ്ട് വ്യക്തികൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് സുഭാഷ് സദാശിവനാണ്. ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ഇവിടെ സംഘടനകളിൽ നേതൃസ്ഥാനത്തുണ്ടായിരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ശ്രീ സുഭാഷ് സദാശിവൻ. അടുത്തത് ശ്രീ സുഗതൻ തെക്കേപുരയാണ്. ശ്രീ സുഗതൻ ഇവിടെ ന്യൂഹാം കൗൺസിലിലെ വിവിധ പദവികളിൽ ഇരിക്കുകയും ന്യൂഹാം കൗൺസിലിലെ കൗൺസിലർ പദവി ഇരിക്കുകയും ചെയ്ത ആളാണ്. രാഷ്ട്രീയം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ കൂടിയാണ് സുഗതൻ തെക്കേപുര. അപ്പോൾ അവരെ രണ്ടുപേരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ വിശദമായിട്ട് ഈ ഇമിഗ്രേഷൻ എന്ന അതിൻ്റെ വിവിധ വശങ്ങൾ ഞങ്ങൾ ഇവിടെ, അതിൻ്റെ നിയമപരമായ വശങ്ങളല്ല, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് വിലയിരുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസിന്റെ ഈ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു നന്ദിയാണ്. സുരേഷിൻ്റെ കൂടെ ഇങ്ങനെ ഇത്ര ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യമായിട്ട് ഞാൻ ഐ സേ താങ്ക്സ്. സുരേഷ് ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തു. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല, എന്നാലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ റേസിസം UK വർദ്ധിച്ചു വരാനാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയുള്ള എൻ്റെ ഒരു 52 വർഷത്തിലെ എക്സ്പീരിയൻസ് ആയിട്ട് വെച്ച് നോക്കുമ്പം ആദ്യത്തെ 10 വർഷം അങ്ങേയറ്റം റേസിസം കൂടിയിരുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുന്നത് 70s മിഡ് 80s വരെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും ഈ റേസിസം അറ്റാക്സും വർദ്ധിച്ചു വരെയാണ്. അതിലൊരു സംശയമില്ല. അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്, അത് പറയാതിരിക്കാൻ ഒക്കില്ല. പിന്നെ സുരേഷ് മെൻഷൻ ചെയ്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അതിന്ന് പിക്കപ്പ് ചെയ്തത് അവരൻ എന്നുള്ളൊരു വാക്കാണ്. അത് സത്യത്തിൽ അതൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വാക്കാണ്. ഈ റേസിസത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദി അതർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാനും മറ്റൊരാളും എന്നുള്ളത്. അപ്പോൾ അവിടെ ആണ് ഈ റേസിസത്തിൻ്റെ ഒരു കോർ എലമെൻ്റ് ഇരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ അവിടെയാണ് തുടക്കം. അപ്പം അത് ഇനിയിപ്പം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ ഈ സീക്ക് ലേഡീസിനെ റേപ്പ് ചെയ്തതെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരികയാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഞാനിത് മനസ്സിലാക്കിയത്, ഇത് പൊളിറ്റിക്കലി ആയിട്ട് വലിയ വ്യത്യാസങ്ങളും ഈ 30 വർഷത്തിനകം ഇവിടെ വന്നിട്ടുണ്ട്. കൾച്ചറലായിട്ട് വന്നിട്ടുണ്ട്. ഇക്കണോമിക്കൽ ഷിഫ്റ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് UK. പിന്നെ ബ്രെക്സിറ്റ്, ഇമിഗ്രേഷൻ ആയിരുന്നു അവരുടെ മെയിൻ ടോപ്പിക്ക്. റിഫോം വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രധാനം. അപ്പം ഈ 3-4 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കോസും എഫക്റ്റും ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കോസ് ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ജോയിൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പിന്നെ AFTA പറ്റി പറഞ്ഞു. അത് ജർമ്മനിയിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം UK, ഇംഗ്ലീഷിൽ പറയാം, UK ഹാസ് എ ടെൻഡൻസി ടു കൈൻഡ് ഓഫ് ഫോളോ. അപ്പം യൂറോപ്പിൽ നടക്കുന്ന ഒരു കാര്യം റിഫ്ലക്റ്റീവായിട്ട് അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു റിപ്പീറ്റബിലിറ്റി പാസ്റ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് തീർച്ചയായിട്ടും 3 പേർക്കും സംസാരിക്കാം.
I'm looking forward to it. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയാണ് UK മലയാളികളും മറ്റ് ജനവിഭാഗങ്ങളും കടന്നു പോകുന്നത്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ UK വൈഡ്ലി ആയിട്ട് വളരെ മൊമെൻറ്റം ഗെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു മൂവ്മെൻ്റാണ് റേഷ്യൽ അറ്റാക്ക്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ വംശീയമായ പ്രശ്നങ്ങൾക്ക് ശ്രീ മണമ്പൂർ തൻ്റെ ഇൻട്രഡക്ഷനിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ജീവിതത്തെ ഞെരുക്കുമ്പോൾ ആ ജീവിത ഞെരുക്കത്തിലെ വിധേയരാകുന്ന മിഡിൽ ക്ലാസ്സും അതിന് താഴെയിട്ടുള്ള സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് ആരെയെങ്കിലും ബ്ലെയിം ചെയ്യാൻ വളരെ വേഗത്തിൽ കരുക്കളാക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ഈ ഇമിഗ്രൻസ് ഉണ്ടാകുന്നതിനും അതിന് ഈ UK അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പിലുമൊക്കെ വരാനും അതിന് അവിടെ ജീവിക്കാനും ഉണ്ടായ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായതും ഈ ഒരു പ്രശ്നങ്ങളാണ്. അതിനുശേഷമുണ്ടായ ഒരു സമാധാനപരമായ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയത് ഏതാണ്ട് ഇന്ന് നമ്മൾ ഒരു സന്ദിഗ്ധമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു ഒരു സംഘടനാത്മകമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും ബേസിസിലായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് നമുക്ക് UK മാത്രമല്ല യൂറോപ്പിലെമ്പാടും ഇത്തരം ഒരു വലതുപക്ഷ ശക്തികൾ മുന്നോട്ട് വരുന്നത് കാണും. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുമെങ്കിലും വൈഡ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ UK എന്തുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ 2008 ശേഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഗവൺമെന്റ് ധാരാളം പണം ബാങ്കുകളെയും ഇൻഷുറൻസ് സ്ഥാപനങ്ങളെയൊക്കെ പരിരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ചു എങ്കിലും സാധാരണക്കാരിലെ അവരുടെ ജീവിത നിലവാരങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുമൂലമുണ്ടായ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂറോപ്പിലെമ്പാടിനുമുണ്ടായ റഷ്യ ഉക്രൈൻ വാറിനോടനുബന്ധിച്ച് നിത്യോപയോഗമായ ഗ്യാസിൻ്റെ പരിമിതി ലഭ്യതയുടെ പരിമിതി മൂലം അവിടെയും വലിയൊരു വിലക്കയറ്റവും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ റേഷ്യൽ അറ്റാക്ക് നടന്ന പല ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ തദ്ദേശീയരോ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. ഈ കഴിഞ്ഞ മാസം ഒരു മാഞ്ചസ്റ്ററിനടുത്തൊരു പാർക്കിൽ ഒരു ഫിലിപ്പിനോ യുവതി, ഒരു ഫിലിപ്പിനോ സ്ത്രീ എന്ന് പറയുന്ന അവരെ ഈ രാജ്യത്ത് NHSന് വേണ്ടി വർക്ക് ചെയ്ത് സകല ആൾക്കാരെയും സർവീസ് ചെയ്ത ഒരു സ്ത്രീയെ ഒരു സാധാരണക്കാരായ ഇംഗ്ലീഷ് ഫാമിലിയാണ് അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പ്രശ്നം വംശീയതയല്ല, എക്കണോമിക്കലായ ഒരു വിഷയത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ച് വംശീയമാക്കി മാറ്റുകയാണ്. പക്ഷെ ഇവിടെയും ഈ വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇതുവരെയുള്ള ചർച്ചയിൽ ഒരു കാര്യം ഒന്ന് അടിവരായിട്ട് പറയേണ്ട കാര്യം മാധ്യമങ്ങളുടെ കാര്യമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് BBC പോലെയുള്ള മാധ്യമങ്ങൾ, ഇപ്പൊ BBC ഈ പറയുന്ന വലതുപക്ഷ റിഫോം പാർട്ടിക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടുപോകും. വെറും 8 MP മാത്രമുള്ള റിഫോം പാർട്ടിക്ക് BBC പ്രധാനപ്പെട്ട വാർത്തയിൽ കൊടുക്കുന്നത് 25% കവറേജാണ്. 25% കവറേജ് ഏകദേശം നമ്മൾ പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ 1% മാത്രം MP ഒരു പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു കളി. അതേസമയം അതിൻ്റെ റൈവലായിട്ട് പ്രവർത്തിക്കുന്ന BBC നിൽക്കുന്ന ITV എന്നുള്ള സ്ഥാപനം കൊടുക്കുന്നത് 25-20% അതും ഹൈ ആണ്. കാരണം 1% ഇപ്പൊ തൽക്കാലം 1% മാത്രം വോട്ടുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കുന്നത് 20%-വും 25%വുമാണ്. അപ്പൊ ഈ മീഡിയ അനാവശ്യമായ പ്രാധാന്യം കൊടുക്കുന്നു. അതിനെ ഈ വളർത്തിക്കൊണ്ട് വരുന്നതിന്, ഈ റേസിസ്റ്റ് പാർട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിന് തീർച്ചയായിട്ടും ഒരു അനാവശ്യ പ്രാധാന്യം കൊടുത്ത് അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ അപകടം പിടിച്ചതുമാണ്. അപ്പൊ നമ്മൾ ഈ റേസിസത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഈ ഒരു വളരെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വേറെങ്ങും നടക്കാത്ത ഒരു സംഗതി ഇവിടെ ഇപ്പോൾ ഞങ്ങളിൽ ഒരാളിന്
ഒരു റേഷ്യലായിട്ട് കളറിന്റെ പേരിൽ ഒരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ മൂന്നാമതൊരാൾ പുറത്ത് നിന്നിട്ട് ഇപ്പോ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയ്ക്കാണല്ലോ ഈ ഇത് 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 സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആർക്കും ഒരു ക്യാമറ എടുത്തങ്ങ് തുടങ്ങാം, എന്തും. അവന് യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോളും ഇല്ല, ഒന്നുമില്ല, ആർക്കും എന്തും പറയാം. അപ്പോ അതിന് ഒരു പ്രശ്നം എവിടെ വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ അടി കൊണ്ട് വീഴുകയാണ്. അതായത് കളറിന്റെ പേരിൽ ഒരാളിനെ, ഇപ്പോൾ അയർലൻഡിലൊക്കെ നമ്മൾ കണ്ടു, വേറെ പലയിടത്തും കണ്ടതാണ്, ഒരാളിനെ അടി കൊണ്ട് വീഴുകയാണ് കളറിന്റെ പേരിൽ. അടി കൊണ്ട് വീഴുമ്പോഴത്തേക്ക് മറ്റൊരാള് ഓൺലൈനിൽ കയറി നിന്നിട്ട് അങ്ങോട്ട് പറയുകയാണ്, ഓ ഈ മലയാളികള് അവർ പബ്ലിക്കായിട്ട് ഡാൻസ് നടത്തുന്നു, പബ്ലിക്കായിട്ട് അവര് സ്ട്രീറ്റിൽ കൂടി പ്രൊസഷൻ നടത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇതിനല്ല മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരാൾ ഇവിടെ ബ്രിട്ടനിൽ പബ്ലിക്കായിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 200 പേരെന്നിരിക്കട്ടെ, 200 പേർക്ക് ഒരു പ്രൊസഷൻ, ഒരു യാത്ര നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുൻപ് നേരത്തെ എടുക്കേണ്ട പെർമിഷൻ ഉണ്ട്. ആ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സംഗതി ഒരാളിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെർമിഷൻ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ നടത്തുന്ന ഇതുപോലുള്ള റോഡിലുള്ള ആഘോഷം എന്നൊക്കെ പറയുന്നത് കൂടിപ്പോയാൽ 1 കിലോമീറ്ററോ മറ്റോ അങ്ങോട്ട് പോയിട്ട് അവരങ്ങ് മാറും. അത് ഈ ആളൊഴിഞ്ഞ റോഡിൽ കൂടെ പലപ്പോഴും അങ്ങനെ പോയിട്ട് അതങ്ങ് നടക്കും. അപ്പോൾ അതാണ് അതിന്റെ കാരണം. അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഈ പബ്ലിക്കായിട്ട് ടെലിഫോൺ സംസാരിക്കുമ്പോൾ ഉച്ചത്തിലാവുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു രാജ്യത്ത് വരുമ്പോൾ അതിൻ്റെതായ മര്യാദകൾ സൂക്ഷിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഇതുകൊണ്ടാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് വളരെ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഈ പറയുന്ന ആളിന് ഒരു റേഷ്യൽ അറ്റാക്ക് ഉണ്ടായെന്നിരിക്കട്ടെ, ആ ആളിനെ നോക്കി മറ്റേ ആൾ ചിരിച്ചോണ്ട് പറയണം, ഓ നീ ഇപ്പോൾ ഇങ്ങനെ വീണതിന് കാരണം നീ മറ്റേ ആൾ അവിടെ റോഡിൽ നിന്ന് ടെലിഫോൺ വിളിച്ചതിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ കാരണം ഇത് മാറി നിന്നിട്ട് ഇത് നോക്കി ചിരിക്കുക എന്ന്, ഇത് ചിരിയല്ല, അത് ചിരിക്കേണ്ടത്. ഈ ഒരാളെ അടികൊണ്ട് നടക്കുമ്പോൾ ആ ആളിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്, ആ ആളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് മാറി നിന്ന് നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതും അപലപിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. എന്താണ് അഭിപ്രായം സുഗതൻ? തീർച്ചയായിട്ടും ശ്രീ മണമ്പൂര് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഇത്തരത്തിലുള്ള റേഷ്യൽ അറ്റാക്കിന് നമ്മൾ വിഘടിച്ച് നിന്നുകൊണ്ട് അതിന് വിധേയരായ വിക്ടിമിന്റെ ഈ പറഞ്ഞ പ്രകാശനങ്ങളുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തി നമ്മൾ എസ്കേപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടു കൂടി ആ വിക്ടിംസിൻ്റെ കൂടെ കൂടി നിന്നുകൊണ്ട് നമ്മളൊരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടെ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്, ഇത്തരം പ്രകടനങ്ങൾ കൊണ്ടാണ് ഈ റേഷ്യൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും റേഷ്യൽ അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന പരാധീനതകളുടെ കാരണം ഈ കാണുന്ന ഇമിഗ്രൻ്റ് ആണെന്നുള്ള ഒരു തെറ്റായ ബോധം അവരിൽ വളർന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഡാൻസ് കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം പ്രകടനാത്മകത കാണിച്ചുകൊണ്ടല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഇംഗ്ലണ്ടിന്റെ അല്ലെങ്കിൽ UK തന്നെ വളരെ പ്രൗഡായ ഒരു കാര്യം കാണുന്നത് തന്നെ ഈ ലണ്ടനിൽ നടക്കുന്ന നോട്ടിംഗ് ഹിൽ ഡെമോൺസ്ട്രേഷനാണ്. ഇവര് ജൂൺ ജൂലൈയിലാണ് പോകുന്നത്, ഓഗസ്റ്റ് നോട്ടിംഗ് ഹിൽ കാർണിവൽ എന്ന് പറയും. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഇമിഗ്രന്റ് ആയ ആൾക്കാരുടെ, പ്രത്യേകിച്ച് കരീബിയൻ ജനങ്ങളുടെ ഒരു പ്രദർശനമാണത്. അപ്പൊ അത് വളരെ പ്രൗഡായിട്ട് കാണുന്ന ബ്രിട്ടൻ എങ്ങനെയാണ് നമ്മൾ നടത്തുന്ന ഘോഷയാത്രങ്ങളെയോ അല്ലെങ്കിൽ മുണ്ടെടുത്ത് തെരുവുകളിൽ വരുന്നതോ ഒക്കെ അതൊരു റീസൺ ആകുന്നത് ഒരിക്കലുമല്ല. അത് നമ്മളൊരു തെറ്റായ ധാരണ. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ പൗരനും അവന് പൊളിറ്റിക്കലായ റൈറ്റ് കൊടുക്കുന്നുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവന് ഒരു ഉപദ്രവമാകുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ളത്. അതിപ്പോ നമ്മളിപ്പോ നെയ്ബറായിട്ട് താമസിക്കുന്ന ഒരാള് നമ്മള് രാത്രികാലങ്ങളിൽ ശബ്ദം ഉണ്ടാക്കുന്നതിന് പോലും വിലക്കുകളുണ്ട്. അതൊരു പരിധി കഴിഞ്ഞ് പാടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ ക്രിയേഷൻ അങ്ങനത്താണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് പതിയെ സംസാരിച്ചാൽ പോലും അപ്പുറത്തെ വീട്ടിൽ കേൾക്കും. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സൗണ്ട് പുറപ്പെടുവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹൂവർ ചലിപ്പിക്കാൻ പാടില്ല. ഇത്തരം നിബന്ധനകളുള്ളത് തന്നെ ഈ ഒരു സംഗതികളെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ കൾച്ചറലായിട്ടുള്ള എക്സിബിഷൻസ് കൊണ്ടല്ല
അത്തരം ഒരു അറ്റാക്ക് ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു പ്രധാന കാരണങ്ങൾ സാമ്പത്തികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റു കാരണങ്ങളിലേക്കാണ്. അത് നമുക്ക് അതിലേക്ക് കൂടി വെളിച്ചം വീശുന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എനിക്കിപ്പോ നോട്ട് ഹിൽ കാർണിവലിന്റെ കാര്യം പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ യഥാർത്ഥത്തിൽ നേരത്തെ പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ നോട്ട് ഹിൽ കാർണിവൽ എന്ന് വെച്ചാൽ ഞാനതിലൊരു 3-4 വർഷം പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഓഗസ്റ്റിലെ അവസാനത്തെ ഞായറാഴ്ച, അന്നൊരു പബ്ലിക് ഹോളിഡേയും കൂടി ഉള്ള ഒരു സമയമാണ്. അത് ചേർത്തുകൊണ്ടൊരു 3 ദിവസം ആ വെസ്റ്റ് ലണ്ടനിലെ ആ ഏരിയ മൊത്തം ആഘോഷിക്കുകയാണ്. അതായത് 1.5 മില്യൺ ആളുകളാണ് പങ്കെടുക്കുന്നത്. 1.5 മില്യൺ എന്ന് വെച്ചാൽ 15 ലക്ഷം ആളുകൾ. അത് എല്ലാ വിഭാഗം ജനങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അല്ല, അത് തുടങ്ങിയത് കരീബിയൻ ആഫ്രോ വെസ്റ്റ് ഇന്ത്യൻ ആളുകളുടെ ഇതായിട്ടാണ്. പക്ഷെ ഇപ്പോഴും നോക്കുമ്പോ ബ്രിട്ടന്റെ ഒരു ആഘോഷമാണ്. അതിപ്പോ നമ്മൾ പറയുകയാണ്, നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തുകൂടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നോട്ടിക്കൽ കാർണിവൽ എങ്ങും കാണത്തില്ല. അപ്പൊ അതുപോലെ ഒരു നാഷണലായിട്ടൊരു സെലിബ്രേഷൻ ആയിട്ട് ഈ പറഞ്ഞ നോട്ടിക്കൽ കാർണിവല് ഇപ്പോഴങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ അതിൽ ആരെയും മാറ്റി നിർത്തുകയല്ല, അത് അങ്ങനെ അതാണല്ലോ കൾച്ചർ എന്ന് പറയുന്നത്. മറ്റേതെല്ലാം കൂടി സ്വീകരിച്ച് നമ്മുടെ എല്ലാം കൂടി മനുഷ്യരിങ്ങനെ ഓരോരുത്തർക്കും നിനക്ക് നിന്റെ കൾച്ചർ, എനിക്ക് എന്റെ കൾച്ചർ, ഞാനിവിടെ മാറി നിൽക്കും, അതല്ലല്ലോ. നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അത് എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതാണ് അത് ശരിയായ സംസ്കാരം, അല്ലേ? അല്ല, മണമ്പൂർ പറഞ്ഞ ആ ഒരു പോയിന്റിനോട് കൂടി ചേർത്ത് ചെയ്യാൻ ഈ നാഷണൽ കൾച്ചർ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അറിയില്ലാത്തൊരു സംഭവമുണ്ട്. അതായത് UK ഒരു കൾച്ചർ എന്ന് തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രേഷനാണ്. ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ജയിക്കുക, അല്ലെങ്കിൽ യൂറോപ്പ് കപ്പ് ജയിക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ചെയ്യേണ്ട ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവർ സ്ട്രീറ്റ് അടച്ചിട്ട് സ്ട്രീറ്റിൽ പാർട്ടി നടത്തും. അത് ആ സ്ട്രീറ്റ് പാർട്ടിയെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു സ്ട്രീറ്റിൽ ടേബിളൊക്കെ ഇട്ട് എല്ലാവരും ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളൊക്കെ വെച്ച് പാട്ട് ഡാൻസുകളൊക്കെ കളിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരം ഒരു കാര്യം നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മളൊരു പ്രത്യേക പാട്ടോ അല്ലെങ്കിൽ കൾച്ചറോ ഒരു പബ്ലിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ അത് ഇവിടുത്തെ ആൾക്കാർ അത് ഭയങ്കര കുഴപ്പമായിട്ട് കാണും. പക്ഷെ യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ സൊസൈറ്റി ആയിട്ട് ഇടചേർന്ന് പോകുന്നു. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു കിണർ കുഴിച്ച് അതിനകത്ത് മാത്രം വളരുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ UK എമ്പാടും നമുക്ക് കാണാം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തുന്നവരുണ്ട്. ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അതിനപ്പുറത്തേക്ക് അവരുടെ അസോസിയേഷനിൽ അവരുടെ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് അപ്പുറമായിട്ട് അവിടുത്തെ തദ്ദേശീയമായ കാര്യങ്ങളിലോ രാഷ്ട്രീയമോ സാമൂഹികമോ ചാരിറ്റിപരമായോ കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല. അതാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിന് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു. അപ്പം ഇതിലുള്ളത് ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം ഒരു ക്വസ്റ്റ്യൻ, അവർക്ക് നമ്മൾ ആ കൾച്ചറിനെ പറ്റി അറിഞ്ഞുകൂടാത്തോണ്ടാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നോക്കി ചിന്തിക്കുന്നവർ, കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ കമ്പയർ ചെയ്യുന്നത് 70s നമ്മളിപ്പോ പബ്ബിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അടിയ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഒരാളിന് ഒരു വയലന്റ് ആയിട്ട് വേറൊരാളിനെ അറ്റാക്ക് ചെയ്യുന്ന പറയുന്ന റേസിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ അവിടെ ആ വയലൻസ് വരുമ്പോഴത്തേക്ക് ഒരു പറയും നോ അരുത് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലതവണയും കണ്ടിട്ടുണ്ട്. അവിടെ നോക്കി ചിരിക്കേ അത് ഇമിഗ്രേഷന്റെ കാര്യമാണ്, അതിനൊരു കോഴ്സ് കൊണ്ടുവരികയാണ്, അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഫിയർ എലമെന്റ് അവിടെ ഉണ്ടാകുന്നുള്ള പൊളിറ്റിക്കൽ ബോധത്തിന്റെ കുറവ് കൂടിയാണെന്നാണ് ഞാൻ വെച്ചത്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു ബോധം ഇല്ല. പക്ഷെ ആ ബോധം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായിട്ട് നമ്മൾ അതിനെ സമരസപ്പെടണമെന്നാണ് ഈ പറഞ്ഞ സോക്കാൾഡ് യൂട്യൂബേഴ്സും അല്ലെ വ്ളോഗേഴ്സും പ്രൊമോട്ട് ചെയ്യണം. അത് നമ്മൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ഇതിലേക്ക് ഒരു 2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ലണ്ടനിലെ ഒരു പ്രമുഖമായ ഒരു അസോസിയേഷനാണ് മലയാളി അസോസിയേഷൻ ഓഫ് ദ UK. ശ്രീ കൃഷ്ണമേനോന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ലെഗസി ഉള്ള ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു മിഷൻ UK ബാക്കിംഗ് റോഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഇവിടുത്തെ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നമ്മുടെ കേരളത്തിന്റെ തനതായ കൾച്ചറൽ
സെലിബ്രേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി കൗൺസിൽ ഫണ്ട് മുടക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്ററിൽ ഈ അടുത്ത കാലത്ത് വന്ന കുടിയേറിയ മലയാളികളുടെ സംഘടനയായ മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ അവരവിടുത്തെ കൗൺസിലുമായിട്ട് ചേർന്ന് നമ്മുടെ തിരുവാതിരയും ചെണ്ടമേളവും എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെയാണ് ഈ കാലത്തുള്ള യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സ് തെറ്റായ ഒരു രാഷ്ട്രീയമായ അടിമത്ത ബോധം വളർത്തുന്ന രീതിയിലുള്ള പ്രചാരണം നടന്നത്. അത് തെറ്റാണ്, അത് മുളയിലെന്നുള്ളതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ഒരു പോയിന്റ് ഞാൻ സംസാരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എലമെന്റ് ഉണ്ട്. നമ്മൾ പിന്നീട് ഈ കുറച്ച് കഴിച്ചിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷെ പെട്ടെന്നുള്ളത് ഇപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുമോ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുമോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാട്സാപ്പ് മെസ്സേജ് തന്നെ പെട്ടെന്ന് തന്നെ പണമൊക്കെ അയക്കാം. ഒരു 1000 പേർക്ക് 1,00,000 പേർക്ക് പെട്ടെന്ന് അയക്കാം. ഇതുകൊണ്ടാണ് ഈ കോഴ്സ് ഇപ്പൊ കണ്ടില്ലേ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഓണ സമയത്ത് ട്യൂബില് അവർ ചെറിയ ഡാൻസും അതുമൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മലയാളികൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ പിടിച്ചിട്ട് ഉടനെ ഒരു മണിക്കൂറിനകം തന്നെ അയക്കുകയാണ്. ഓ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എലമെന്റും കൂടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട്, എന്ന് വെച്ചാൽ ഒരു ചിന്തയും ഇല്ലാതെ റിയാക്ട് ചെയ്യുക. അതിന് ഒരു 1000 പേരെ അല്ലെങ്കിൽ ഒരു 10,000 പേര് ലിസൺ ചെയ്യാനുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ഭാഗമായിട്ടുള്ള കുറച്ച് പേര് അത് റിയാക്ട് ചെയ്യും. സോ ഇറ്റ് കംസ്, it's almost like a perpetual motion, it's like a pyramid motion. അങ്ങനെ അത് പണ്ടത്തില്ലായിരുന്നു. ഇപ്പൊ 10 വർഷം മുമ്പേന്നും അങ്ങനെ ആ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടും കൂടെ ആണെന്നാണ് എന്റെ ഒരു You're watching Planet Search with MS.